ഹലോ ഗൈസ്, വെൽക്കം ടു ജിജെ വേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് നമുക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ഒന്ന് ഷെയർ ചെയ്യാം. കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് 2025 ജിത്തു അഷ്റഫിൻ്റെ സംവിധാനത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ആദ്യം ഞാൻ പറയട്ടെ, ഇതിൻ്റെ പേരൊട്ടും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേരല്ല, വളരെ ക്യാച്ചി അല്ലാത്ത ഒരു ലെയിം ആയിട്ടുള്ളൊരു പേരാണ്. സോ ഞാൻ ഈ സിനിമ കാണണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അതാണ് കാണാനായിട്ട് ചൂസ് ചെയ്തത്. ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു നിസ്സാരമായിട്ടുള്ളൊരു റോൾഡ് ഗോൾഡ് പണയം വെച്ചിട്ട് ഉള്ള ഒരു കേസിൽ നിന്ന് അത് എന്താ പറയുക മുക്കുവണ്ണം പണയത്തിൽ നിന്ന് പിന്നീട് അതിനെ മാറി ഒരു കൊലപാതക പരമ്പരയിലേക്ക് കടക്കുന്നതൊക്കെയാണ് സിനിമയുടെ ഒരു പ്ലോട്ട്. ഞാൻ കൂടുതൽ സ്പോയിൽ ചെയ്യുന്നില്ല. കുഞ്ചാക്കോ ബോബൻ ഇതിൽ പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു DYSP റാങ്കിൽ നിന്ന് CI റാങ്കിലേക്ക് ഡിമോട്ട് ചെയ്യപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ്. വളരെ ദേഷ്യക്കാരനും കർക്കശക്കാരനുമാണ്. അങ്ങനെ ആയതിനുള്ള റീസണും കാര്യങ്ങളും ഒക്കെ പിന്നീട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രിയാമണി, കുഞ്ചാക്കോ ബോബൻ്റെ ഭാര്യ ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് പോലെ സെയിം ഒരു സ്റ്റൈൽ ഓഫ് ഒരു ക്യാരക്ടറാണ്. കൂടുതലൊന്നും സിനിമയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റൊരു പ്രധാന ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്ന വിശാഖാണ്. നമുക്ക് ആ പോസ്റ്ററിൽ തന്നെ കാണാം. വിശാഖ് ഒരു ഗ്യാങ്ങും ആ സെയിം സംഭവം തന്നെയാണ്, ഒരു ഗ്യാങ്ങിൻ്റെ ഒരു ലീഡറാണ്. ആ ഒരു ഗ്യാങ് ഒരു നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ക്യാരക്ടറും അത് ചെയ്യുന്ന ആൾക്കാർ ഉള്ള ഒരു ഗ്യാങ്ങാണ്. അതിൽ ഒരു തലവൻ എന്നുള്ള രീതിയിൽ പുള്ളിയും വളരെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു, അല്ലെങ്കിൽ ഫുള്ളി ഒരു നെഗറ്റീവ് ഔട്ട് ആൻഡ് ഔട്ട് നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സൂപ്പറായിട്ട് തന്നെ പുള്ളി പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്കൊരിക്കലും ഒരു എന്താ പറയുക ആനന്ദത്തിൻ്റെ കുപ്പിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച നമ്മൾ കാണുമ്പോഴത്തേക്കും ഒന്ന് സർപ്രൈസ് ടൈപ്പും, കാരണം കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബനും ആ ഒരു ക്യാരക്ടർ കൊടുത്തിരിക്കുന്ന ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടർ സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ജെക്സ് ബിജോയാണ് ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല കിടിലം പെടയാണ് പഠിച്ചിരിക്കുന്നത്. കാരണം എസ്പെഷ്യലി ടുവേഴ്സ് ക്ലൈമാക്സ് വളരെ ഒരു എലിവേഷൻ കിട്ടേണ്ട ഒരു സീനൊക്കെ വന്നപ്പോഴത്തേക്കും ജെക്സ് ബിജോയുടെ ആ ഒരു മ്യൂസിക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ബാക്കി അടുത്ത് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വളരെയധികം എൻഗേജ്ഡ് ആയിട്ട് ഒരുപാട് ഇവൻറ്റ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് നടന്ന് അങ്ങനെ പോകും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നീട് അതിൻ്റെ ഒരു കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സ്ലോ ആണ്. സിനിമ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു വളരെ ഡാർക്ക് ആയിട്ടുള്ളൊരു മൂഡ് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഒരു സൂയിസൈഡാണ്, ഒരു പോലീസുകാരൻ്റെ സൂയിസൈഡ് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഒരു വളരെ ഡാർക്ക് ആയിട്ടുള്ളൊരു സാധനം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു ഭയങ്കര സെറ്റപ്പിലേക്കാണ് പോകുന്നത്. പിന്നീട് അതിങ്ങനെ റിവീലായി വരുമ്പോൾ നല്ല രീതിയിൽ അത് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നോ രണ്ടോ ലൂപ്പ് ഹോൾസ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഒരു വ്യക്തിയെ നമ്മൾ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നമുക്ക് അറിയാവുന്ന ഒരാളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അദ്ദേഹത്തിനെ പറ്റി ഒരു പോലീസുകാരനോട് പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പറയുകയും ചെയ്യും. ഇതിനകത്ത് ഒരു വ്യക്തിയെ ഒരു ഡോക്ടർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാരണവും ഇല്ലാതെ അപ്പോൾ ആ ഒരു ഡോക്ടർ അത് പറയാതിരിക്കുകയും പിന്നീട് ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് നടന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓർത്തതുപോലെ എല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. സോ അതെനിക്കൊരു ഭയങ്കര ലൂപ്പ് ഹോളായിട്ട് തോന്നി. അതുപോലെ ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉണ്ട്. ആ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടെ ഒന്ന് മികച്ച രീതിയിലാക്കായിരുന്നു. ലാഗ് ഒഴിവാക്കായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് നേരം ഈ അനാവശ്യമായിട്ട് കുറച്ച് സോങ് ഒക്കെ ഇട്ടുണ്ട്. ഈ സിനിമയിൽ സോങ്ങിൻ്റെ ആവശ്യമില്ല, സ്മൂത്തായിട്ട് അങ്ങനെ പോയേനെ. പിന്നെ എടുത്ത് പറയാനുള്ള ഇതിലെ ഫൈറ്റ്സ് ആണ്, സൂപ്പർ ഫൈറ്റ്സ് ആണ്. എസ്പെഷ്യലി കുഞ്ചാക്കോ ബോബൻ അങ്ങനെ കരിയറിൽ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ഫൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ സാധാരണ സിനിമകളിലുള്ള ഫൈറ്റ്സ് പോലെ ഓരോരുത്തരായിട്ട് വരികയും അവരെ ഇടിച്ചു തോപ്പിക്കുന്നു, ഇനി അടുത്തവാ അവനെ ഇടിച്ചു തോപ്പിക്കുക, അങ്ങനെയല്ല. ഇതിൽ കൂട്ടത്തോടെ വന്ന അടിയാണ്. അതിനിടയിലുള്ള കുഞ്ചാക്കോ ബോബൻ്റെ സർവൈവലും കാര്യങ്ങളൊക്കെയാണ് ഫൈറ്റ്സ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഫൈറ്റ്സൊക്കെ. പിന്നെ നൈറ്റ് ഷോട്ട്സ് ആണെങ്കിലും ഇതിനകത്ത് ഒരുപാട് മറ്റേ ഡ്രോൺ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ സൂപ്പറാണ്. ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു സിനിമയാണ്. ആ ഒരു ലാഗും ആ ഒരു ലൂപ്പ് ഹോൾസും ഒക്കെ ഒഴിച്ചു നിർത്തിയിരുന്നെങ്കിൽ ഇത് ഉറപ്പായിട്ടും കുറച്ചുകൂടെ ഒരു ലെവലിലേക്ക് പോയേനെ. സോ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു 3.5/5 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് തിയേറ്ററിൽ പോയി കാണാവുന്നൊരു സിനിമയാണ്. വളരെയധികം ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും. എന്ന് വെച്ചാൽ ഇപ്പം 5ാം പാതിര ലെവൽ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ത്രില്ലറാണ്. കുറച്ച് ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള, കുറച്ച് എൻഗേജിങ് ആയിട്ട് പോകുന്ന, വൈകാരികമായിട്ട് നമ്മുടെ മനസ്സിനെ വിഷമമൊക്കെ ഫീൽ ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒരു ത്രില്ലറാണ്. നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെടും, വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ജഗദീഷൊക്കെ ഇതിനകത്ത് പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ വളരെ നൈസായിട്ട് എല്ലാ ആക്ടേഴ്സും സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഒരുപാട് പുതിയ ആക്ടേഴ്സും ജൂനിയർ ആർട്ടിസ്റ്റും, പിന്നെ എസ്പെഷ്യലി വിശാഖ് ആൻഡ് ഗ്യാങ് അതിനകത്ത് വന്നിട്ടുള്ള എല്ലാവരും, റംസാൻ ഉൾപ്പെടെ. റംസാൻ സാധാരണ എനിക്കൊരു സിനിമയിൽ റംസാൻ്റെ പെർഫോമൻസ് അത്ര ഇഷ്ടപ്പെടാറില്ല. സിനിമ ഒരു ഡാൻസ് ആ ഒരു സാധനം കയറി വരും റംസാൻ, പക്ഷേ ഇതിനകത്ത് സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുഞ്ചാക്കോ ബോബൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ കുറേ നാളായി അവരെയൊക്കെ സിനിമയെ കണ്ടു, മറ്റേ അമർ അക്ബർ അന്തോണിയിലെ ഇന്നു ഞാൻ എൻ്റെ ആ പാട്ടൊക്കെ പാടിയില്ലേ ആ കുട്ടി. അങ്ങനെ ഒരുപാട് ആക്ട്രസസും എല്ലാവരുടെയും ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് എലിവേഷൻ സീൻസും ആ മ്യൂസിക് കൊണ്ടുള്ള പെടയും എല്ലാം. കാരണം നമുക്ക് വളരെയധികം എൻഗേജ്ഡ് ആയിട്ട് ഒരിക്കലും നമ്മൾ സിനിമയിൽ ഡിറ്റാച്ച്ഡ് ആയി പോകില്ല. ഇനി അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഇവൻറ്റ്സ് അല്ലെങ്കിൽ അതിനകത്തുള്ള വിഷമങ്ങൾ സന്തോഷങ്ങളെല്ലാം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു സിനിമയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ പോയി കണ്ടുവെക്കുക. നിങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ജിജെ വേഴ്സ് എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഇറ്റ്സ് മീ ജിജെ സൈനിങ് ഓഫ്. ബൈ.